ശബരിമലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ ആകമാനമുള്ള കോടാനുകോടി തീർത്ഥാടകർ കഠിനമായ വ്രതമെടുത്ത് ദർശനം നടത്താനെത്തുന്ന അത്യപൂർവമായ പ്രത്യേകതകളുള്ള ഒരു പൗരാണിക ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആചാര ലംഘനത്തിന് ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നാടിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും അപ്പുറത്ത് ഒരു കടലിരമ്പുന്നത് പോലെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ആ ആചാര ലംഘനത്തിനെതിരായി രംഗത്ത് വന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നവോത്ഥാനം വളരെ രക്തത്തിൽ തിളയ്ക്കുന്ന കാലത്ത് ശ്രീ പിണറായി വിജയനും സംഘവും ശബരിമലയിലെയും കേരളത്തിലെയും ക്ഷേത്രങ്ങളെയെല്ലാം അതിൻ്റെ വിശ്വാസം തകർക്കുക, അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് അവർ ആ കാലത്ത് പെരുമാറിയത്. പക്ഷെ ഒരു കൊല്ലം കൊണ്ട് അവർക്ക് അത് തിരുത്തി പറയേണ്ടി വന്നു. ശബരിമലയിലെ സുപ്രീം കോടതി വിധി വന്ന ഉടനെ അവർ നടത്തിയ തെറ്റായ നടപടി, യാതൊരു നീതീകരണവുമില്ലാത്ത അവിവേകപൂർണമായ നിലപാട് ആ പാർട്ടിക്ക് തന്നെ പിന്നെ തിരുത്തേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ കാലത്ത് ക്ഷേത്രവിശ്വാസം തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടി അവരെടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളും തെളിയിക്കുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അമ്പലങ്ങളുടെ വിശ്വാസം, പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം ശക്തി പ്രാപിച്ചു വരുന്നു. ബാലികേറ മലയായി കേരളത്തിൽ കണക്കാക്കിയിരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ചുവടുറപ്പിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നാട്ടിലെ ഹൈന്ദവ നവോത്ഥാനമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. നാട്ടിലെല്ലാം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നു, സത്സംഗങ്ങളും സപ്താഹങ്ങളും വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നു, ആധ്യാത്മികത കേരളത്തിൽ തിരിച്ചു വരുന്നു, നാസ്തികവാദത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുന്നു, എല്ലാ ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു, രാമായണ മാസവും ശ്രീകൃഷ്ണ ജയന്തിയും കടന്ന് ഗണേശോത്സവത്തിലേക്ക് വരെ അത് ജനങ്ങളെ ആകർഷിക്കുന്നു. തിരിച്ചറിഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റുകാർ. ഇങ്ങനെ പോയാൽ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, നാസ്തികവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വലിയ ആയുസ്സുണ്ടാവില്ല എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ ശബരിമല ക്ഷേത്രം മുതൽ അങ്ങോട്ട് മധൂരിലെ സിദ്ധിവിനായക ക്ഷേത്രം വരെ എല്ലാ ക്ഷേത്രങ്ങളുടെ പരിസരത്തും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് BJP ആണ്. വിശ്വാസികൾ കൂട്ടത്തോടെ BJPയെ പിന്തുണയ്ക്കുന്നു. കേരളത്തിൽ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയ തോതിലുള്ള ജനകീയമായ അംഗീകാരവും ആദരവും ലഭിക്കുന്നു. അതവർക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണമാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ അവർ നടപ്പാക്കാൻ ശ്രമിച്ചത്. വലിയ തോതിൽ വിശ്വാസത്തെ, ആരാധനാ സമ്പ്രദായത്തെ, ആചാര അനുഷ്ഠാനങ്ങളെ ഈ സുപ്രീം കോടതി വിധിയുടെ മറവിൽ തകർക്കാം എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാട് അവരെടുത്തു. അല്ലാതെ ആകസ്മികമായി ഉണ്ടായതല്ല. നവോത്ഥാന മതിലിലൂടെയെല്ലാം നമ്മൾ കണ്ടത് അതാണ്. അങ്ങനെ കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, ആധ്യാത്മികമായ നവോത്ഥാനം, കേരളം അതിൻ്റെ സ്വത്വം തിരിച്ചെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവർ അതിനെ തകർക്കാൻ വലിയ ഗൂഢാലോചന നടത്തി. അതുമാത്രമല്ല,
ക്ഷേത്രങ്ങളുടെ കയ്യിൽ വലിയ തോതിലുള്ള സാമ്പത്തിക, ഇപ്പോഴും കേരളത്തിൽ സമ്പത്ത് വലിയ തോതിൽ, സ്വർണങ്ങളും രത്നങ്ങളും വൈരങ്ങളും വലിയ തോതിലുള്ള സമ്പത്ത് ക്ഷേത്രങ്ങളുടെ കയ്യിലുണ്ട്. അത് മുഴുവൻ കൊള്ളയടിക്കാം. ഈ രണ്ട് തീരുമാനവും മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും രാഷ്ട്രീയമായി എടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആകസ്മികമായി സംഭവിച്ച ഒരു കളവല്ല, ആസൂത്രിതമായി നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയാണ്. കൃത്യമായ തയ്യാറെടുപ്പോടുകൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട പിണറായി വിജയനാണ് ഈ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്ര ധ്വംസകനെന്ന്. ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ഭരണാധികാരിമാരുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അയോധ്യയിൽ നമ്മൾ ആ രാമക്ഷേത്രത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളും കഴിഞ്ഞ് അതിൻ്റെ ധ്വജാരോഹണ ചടങ്ങ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് അയോധ്യയിലെ ക്ഷേത്രം അന്ന് തകർക്കപ്പെട്ടത്? ബാബർ എന്ന് പറയുന്ന ഒരു മുഗൾ ചക്രവർത്തിയാണ് അയോധ്യയിലെ ക്ഷേത്രം തകർത്തത്. ബാബർ മാത്രമല്ല, ഒരുപാട് മുഗൾ ചക്രവർത്തിമാർ, ഗോറി മുഹമ്മദും മുഹമ്മദ് ഗസ്നിയും അടക്കമുള്ള അനേകം മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. മധുരയിലും കാശിയിലും സോമനാഥത്തിലുമെല്ലാം മുഗൾ ചക്രവർത്തിമാരെ ക്ഷേത്രം കവരാൻ, കൊള്ളയടിക്കാൻ പ്രേരിപ്പിച്ചതും ഇതേ വികാരമാണ്. സഹസ്രകോടിക്കണക്കിന് രൂപയുടെ വിലമതിപ്പുള്ള സ്വർണങ്ങളും വൈരങ്ങളും രത്നങ്ങളും അമൂല്യമായ നിധികളും സഞ്ചിതമായി നിൽക്കുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം മുഗൾ ചക്രവർത്തിമാർ കൊള്ളയടിച്ചു. ഇപ്പൊ രാജ്യം അത് വീണ്ടെടുക്കുകയാണ്. അവിടെയെല്ലാം നമുക്ക് വടകരയിലും കൊയിലാണ്ടിയിലും ഈ വടക്കൻ കോഴിക്കോട് ജില്ലയിലൊന്നും ഇത് അപരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങ് മൈസൂരിൽ നിന്ന് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ കേരളം മുഴുവൻ, വൈക്കം വരെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു. എന്തായിരുന്നു ഉദ്ദേശം? ആ ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് വിശ്വാസികളുടെ ആത്മവിശ്വാസം തകർക്കുക, ഭയപ്പെടുത്തുക. അങ്ങനെയാണ് ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ചത്. വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ പോരാളി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങ് തിരുവനന്തപുരം വരെ, പത്മനാഭസ്വാമി ക്ഷേത്രം വരെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടു, തടയപ്പെട്ടു. അപ്പോൾ ഇത് തന്നെയാണ് പിണറായി വിജയനും ആസൂത്രണം ചെയ്തത്. ക്ഷേത്രങ്ങൾ സമ്പത്ത് കൊള്ളയടിക്കുക, ആചാരങ്ങൾ തകർക്കുക, കേരളത്തിൽ വളർന്നു വരുന്ന ഹിന്ദു നവോത്ഥാനത്തിനെ തടസ്സപ്പെടുത്തുക. അങ്ങനെയാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത്. ടിപ്പു സുൽത്താൻ ചെയ്ത അതേ കാര്യം തന്നെയാണ് ശ്രീമാൻ പിണറായി വിജയനും ഈ കാലയളവിൽ കേരളത്തിൽ പരീക്ഷിച്ചത്. അല്ലാതെ ഇതൊരു പോറ്റി ഒരു ദിവസം രാവിലെ വന്ന് ദ്വാരപാലക ശില്പങ്ങളും വാതിലും ചുമരും എല്ലാം ഇവിടെ പ്രഫുൽ പറഞ്ഞതുപോലെ യോഗദണ്ഡും എല്ലാം സ്വർണം പൂശാൻ എടുത്തുകൊണ്ട് പോയതല്ല. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം, രാഷ്ട്രീയമായി എടുത്ത ഒരു തീരുമാനമാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത്. ടിപ്പു സുൽത്താൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഹൈക്കോടതി പറഞ്ഞു ഇത് കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന അതേ രീതിയാണ് ശബരിമലയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയക്കാരും പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു, ചില ഉദാഹരണങ്ങളും ഹൈക്കോടതി പറഞ്ഞു. കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന രീതിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നടന്നിരിക്കുന്നത്. അറിയല്ലോ, വിഗ്രഹ മോഷ്ടാക്കളും ബാങ്ക് കൊള്ളയടിക്കുന്നവരും സമ്പന്നന്മാരുടെ വീട് കൊള്ളയടിക്കുന്നവരും ആദ്യം എന്താ ചെയ്യുന്നത്? കാവൽക്കാരനെ അടിച്ച് താഴെയിടും. പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്തത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളാണ് ആദ്യം എടുത്തത്.
ദ്വാരപാലകന്മാരെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ കാവൽക്കാർ. ടിപ്പു സുൽത്താൻ ചെയ്തതും വിഗ്രഹമോഷ്ടാക്കൾ ചെയ്യുന്നതും സമ്പന്നരുടെ വീടും ബാങ്കുകളും എല്ലാം കൊള്ളയടിക്കുന്നവരും ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് പിണറായി വിജയനും ചെയ്തത്. പിന്നെന്താ ചെയ്യുക? കള്ളന്മാർ വാതിൽ കുത്തി തുറക്കും. അതുതന്നെയാണ് ശബരിമലയിൽ നാം കണ്ടത്. ദ്വാരപാലക ശില്പങ്ങൾ കഴിഞ്ഞാൽ വാതിലുകൾ കൊള്ളയടിച്ചു. പിന്നെ ചുമര് കുത്തും. അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ ചുമരുകളിലെ സ്വർണ്ണപ്പാളികൾ എടുത്തു. അവസാനമാണ് ഷെൽഫിലേക്ക് കടക്കുന്നത്. ഹൈക്കോടതി ഒരു 15 ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ ഇന്ന് ശബരിമലയിൽ കാണുന്ന അയ്യപ്പൻ്റെ വിഗ്രഹവും ഈ പിണറായി വിജയൻ്റെ ആളുകൾ അടിച്ചു മാറ്റുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട. വളരെ നീചമായ ഒരാസൂത്രണം ഇതിൽ നടന്നിരിക്കുന്നു. പോറ്റി സമർത്ഥനായിട്ടുള്ള ഒരു കള്ളനാണ്. എത്രയോ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും എല്ലാം പങ്കാളിത്തം സംശയലേശമന്യേ ഉയർന്നു വരുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലുണ്ണി വാസുവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പത്മകുമാറുമെല്ലാം ഒഫീഷ്യലി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും മറ്റ് അനുബന്ധ സ്ഥാനങ്ങളും സ്വർണമല്ല ചെമ്പാണ് എന്ന് രേഖാമൂലം എഴുതി തയ്യാറാക്കുകയുണ്ടായി. അത് പോറ്റിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. യാതൊരു നൈപുണ്യമോ വൈദഗ്ധ്യമോ ഇക്കാര്യത്തിൽ ഇല്ലാത്ത പോറ്റി എന്ന് പറയുന്ന ഒരാളെ ഇതെല്ലാം ഏൽപ്പിക്കുകയാണ് രേഖാമൂലം. സ്വർണ്ണപ്പാളികളെല്ലാം ചെമ്പാണെന്ന് രേഖപ്പെടുത്തുകയാണ്. അയാൾ എന്താ ചെയ്തത്? അയാളൊരു സമർത്ഥനായതുകൊണ്ട് 3 രീതിയിൽ അയാൾ പണം ഉണ്ടാക്കി. എല്ലാ വിശ്വാസികളെയും കബളിപ്പിക്കാൻ, പ്രത്യേകിച്ച് പണക്കാരായിട്ടുള്ള വിശ്വാസികളെ, ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ അമൂല്യമായ ശബരിമലയിലെ വസ്തുക്കളെല്ലാം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു രീതിയിൽ അയാൾ പണം ഉണ്ടാക്കിയത്. നമ്മൾ ജയറാമിൻ്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. ജയറാമിനെ പോലെ നിരപരാധികളായിട്ടുള്ള അനേകം പണക്കാർ, അവരാരും ഇപ്പോൾ പേര് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണം കണ്ടാമുണ്ടി എല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ മിണ്ടാത്തത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു പൂജയുടെ മറവിൽ ഈ പറയുന്ന പോറ്റി ഈ പണക്കാരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിയത്. പിന്നീടോ ശബരിമലയിലെ അറ്റകുറ്റപ്പണികൾ, വിഗ്രഹത്തിൻ്റെയും അതുപോലെ ദ്വാരപാലകന്മാരുടെയും എല്ലാം അറ്റകുറ്റപ്പണികൾ എനിക്ക് അവകാശപ്പെട്ടതാണ്, എന്നെയാണ് ചുമതലപ്പെടുത്തിയതെന്ന് പറഞ്ഞുള്ള കടലാസ്. ഈ കടലാസ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഗൾഫ് നാടുകളിലും എല്ലാമുള്ള, ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിലും എല്ലാമുള്ള വൻകിട പണക്കാരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളെ അടുത്ത് മുഴുവൻ അയാൾ കാണിച്ചു. അവരോടെല്ലാം വലിയ തോതിൽ പണം അയാൾ ഈടാക്കി. അത് കഴിഞ്ഞ് സ്വർണം മുഴുവൻ ചെമ്പാക്കി മാറ്റി ആ സ്വർണം വിറ്റു. ഇപ്പൊ കണ്ടെടുത്തു എന്ന് പറയുന്ന സ്വർണം വിറ്റ സ്വർണമൊന്നുമല്ല, തൽക്കാലത്തേക്കൊരു ജ്വല്ലറി ഉടമയുമായി ചേർന്ന് പോലീസ് കണ്ടെടുത്ത സ്വർണമാണ്. 3 വഴിയിലാണ് പണം ഉണ്ടാക്കിയത്. സ്വർണം വിറ്റ വകയിൽ, പൂജ നടത്തിയ വകയിൽ, അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണക്കാരുടെ കയ്യിൽ നിന്ന് ധനസഹായം വാങ്ങിയതിൻ്റെ മറവിൽ. പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അത്രയും പണമില്ല. അവിടെയാണ് പത്മകുമാറിൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും വാസുവിൻ്റെയും വാസവൻ്റെയും പ്രശാന്തിൻ്റെയും എല്ലാം പങ്ക് തെളിഞ്ഞു വരുന്നത്. ഇവരെല്ലാം ചേർന്നുള്ള ആസൂത്രണമാണ് നടന്നത്. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. രാഷ്ട്രീയമായ തീരുമാനമെടുത്തിരുന്നു. പിണറായി വിജയന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരത്തിൽ നിന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഒരിഞ്ച് പോലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ പാപക്കറ ജീവനുള്ളിടത്തോളം കാലം, ചരിത്രം ഉള്ളിടത്തോളം കാലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേൽ പതിഞ്ഞു തന്നെ കിടക്കും. ഒരാഗോള അയ്യപ്പ സംഗമം നടത്തിയാലും 1000 തവണ പമ്പയിൽ മുങ്ങി തർപ്പണം ചെയ്താലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് ഈ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല. ഇതെല്ലാം പുറത്തു വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. നല്ല നല്ല വ്യക്തികളെ പോലും കബളിപ്പിച്ച് കളഞ്ഞില്ലേ പിണറായി വിജയൻ? ഇവിടെ പ്രഭുവിൽ പറഞ്ഞു, അയ്യപ്പൻ കലിയുഗ വരദനാണ്, ത്രികാലജ്ഞാനിയാണ്. നമ്മളെ വെള്ളാപ്പള്ളി നടേശൻജിയെയും സുകുമാരൻ നായർ സാറേയും അടക്കം മഹാന്മാരായ പല വ്യക്തികളെയും, സത്യസന്ധരായ, സമൂഹത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരുപാട് സുമനസ്സുകളെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വഞ്ചകൻ കബളിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം ആസൂത്രണം ചെയ്ത ആ നിമിഷം BJP പറഞ്ഞു, ഇതൊരു ഭൂലോക തട്ടിപ്പാണ്. ശബരിമലയിൽ നടക്കുന്ന അനാശാസ്യമായിട്ടുള്ള പല കാര്യങ്ങളും വെളിച്ചത്ത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. പക്ഷെ പല ആളുകൾക്കും ആ സമയത്ത് അത് മനസ്സിലായില്ല. ആഗോള അയ്യപ്പ സംഗമം ഒരു പശ്ചാത്താപമായി ബഹുമാനപ്പെട്ട പല ആളുകളും കണക്കാക്കി. പക്ഷെ BJP അന്നും പറഞ്ഞു, ഈ മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കരുത്, മാനസാന്തരം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. 12 കൊല്ലം ഓടക്കുഴലിലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുമെന്നുള്ള പഴഞ്ചൊല്ല് പിണറായി വിജയന് മുമ്പിൽ അന്വർത്ഥമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നു. അയ്യപ്പൻ ഒരാളെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നു. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് അടക്കം പറയുന്നത് സത്യസന്ധമായി അന്വേഷിക്കും, ഞങ്ങളുടെ അന്വേഷണമാണ്, ആനയാണ്, കുതിരയാണ്. ഒരു അന്വേഷണവും നിങ്ങളുടെ അല്ല. നിങ്ങളെ വിജിലൻസ്, കേരളത്തിലെ വിജിലൻസ് ഈ വസ്തുതകളെല്ലാം കണ്ടെത്തിയതാണ്. അതിൻ്റെ മുകളിൽ നിങ്ങൾ അടയിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പോറ്റിയുടെ അറസ്റ്റ് കഴിഞ്ഞു, ശങ്കർദാസിന്റെ അറസ്റ്റ് കഴിഞ്ഞു, വാസുവിന്റെ അറസ്റ്റ് കഴിഞ്ഞു, മുരാരി ബാബുവിന്റെ അറസ്റ്റ് കഴിഞ്ഞു, അവസാനം പത്മകുമാറിന്റെ അറസ്റ്റും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത്, ചോദ്യം ചെയ്യുന്ന ഓരോ കുറ്റവാളിയുടെയും മൊഴികൾ ശരിയായ നിലയിൽ ഹൈക്കോടതിയെ മുദ്രവെച്ച കവറിൽ എത്തിക്കണം എന്നാണ്. ആദ്യം ചോദ്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചോദ്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടന്ന എല്ലാ വസ്തുതകളും മൊഴിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനപ്പെട്ട പലരെക്കുറിച്ചും പറഞ്ഞ മൊഴികളെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് മറച്ചുവെക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രശാന്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാലാവധി കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറിച്ച്. ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളെ സംബന്ധിച്ച്, ഈ തട്ടിപ്പിൽ അവർ നടത്തിയ ഗൂഢാലോചനയെ സംബന്ധിച്ചെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ മൊഴിയിൽ തന്നെ പോലീസിന് കയ്യിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ CPM-ന് വളരെ ശക്തമായ സ്വാധീനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ നയിക്കപ്പെടുന്ന നിഷ്പക്ഷമതികളായ പോലീസുകാർ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ അന്വേഷണ സംഘം പല വിവരങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇനി ഒരു അറസ്റ്റും വേണ്ട എന്നാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇനി ഒരു അറസ്റ്റും വേണ്ട എന്നുള്ള തീരുമാനമെടുത്താൽ
ഇപ്പോൾ തന്നെ നിർണായകമായ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കാര്യം കൂടി കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും വാസവനെയും ഒന്നും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറാവുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കേസ് അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല. മുഴുവൻ വസ്തുതകളും വെളിച്ചത്ത് വരാൻ പോകുന്നില്ല. യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ കുടുങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും അയ്യപ്പ സംരക്ഷണത്തിന് വേണ്ടി, ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിൽ സമ്പത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കൊള്ള നടന്നിട്ടുണ്ട്. ശാസ്താംകോട്ടയിൽ നാം കണ്ടു, കൊട്ടാരക്കരയിൽ നാം കണ്ടു, ഏറ്റുമാനൂരിൽ നാം കണ്ടു, വൈക്കത്ത് നാം കണ്ടു, ഗുരുവായൂരിൽ വലിയ ക്രമക്കേടുകൾ നാം കണ്ടു. ബാലുശ്ശേരി കോട്ടയിലും അടക്കം എത്രയോ ക്ഷേത്രങ്ങളിൽ സ്വർണവും മറ്റ് വൈരങ്ങളും കവർന്നിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള കവർച്ചകൾ നടന്നിരിക്കുന്നു. ഇനിയും ശരിയായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയാണെങ്കിൽ നൂറുകണക്കിന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരങ്ങളും സമ്പത്തും കൊള്ളയടിക്കപ്പെട്ടതായി കേരളത്തിന് ബോധ്യമാവും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു ശബരിമലയിൽ മാത്രമല്ല, അനേകം ക്ഷേത്രങ്ങളിൽ നടന്നിരിക്കുന്നു. പണ്ട് ഇവരിങ്ങനെ ഒരു ശ്രമം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ ശക്തമായി ചേർത്ത് തോൽപ്പിച്ചത് കൊണ്ടാണ് നടക്കാതെ പോയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സഹസ്രകോടിക്കണക്കിന് വരുന്ന സ്വർണശേഖരങ്ങൾ എടുത്ത് സർക്കാർ ഉപയോഗിക്കണമെന്നുള്ള വിചിത്രമായൊരു വാദം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഇടതുപക്ഷം കൊണ്ടുവന്നിരുന്നു. ഇവർ വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആസൂത്രിതമാണ്, രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാം അന്വേഷിച്ച് കുറ്റവാളികളെല്ലാം പിടിക്കും എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിശ്വാസികൾ ഒരിക്കലും മുഖവിലക്കെടുക്കാൻ പാടില്ല, മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ക്ഷേത്രങ്ങൾ തകർക്കാൻ, വിശ്വാസം തകർക്കാൻ, സമ്പത്ത് കൊള്ളയടിക്കാൻ വളരെ ആസൂത്രിതമായ തീരുമാനമെടുത്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. UDF-നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ശബരിമലയിലെ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ഒരു പ്രതിഷേധ പ്രസ്താവന ഇറക്കുന്ന നിങ്ങൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ തകർക്കാൻ, വിശ്വാസം തകർക്കാൻ ഒരു ഭരണകൂടം രാഷ്ട്രീയമായ തീരുമാനമെടുത്തു എന്നുള്ളത് അതിന് കാര്യത്തോട് നിങ്ങളുടെ നിലപാട് എന്താ? അതുകൊണ്ട് അവരുടെ നിലപാടിന് സ്ഥായിയായ ഒരു സാങ്കത്യമില്ല. അവർ ഈ കാര്യത്തിൽ വിശ്വാസികളോടൊപ്പമല്ല. തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ചില പ്രസ്താവനകളെങ്കിലും ഇറക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായം, മറ്റ് സഹോദര മതങ്ങളിലെ വിശ്വാസി സമൂഹം ഇവർ നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ, ഗൂഢാലോചനയ്ക്കെതിരെ സർവ്വവിധ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് വരണം എന്നുള്ള അഭ്യർത്ഥനയാണ് BJP-ക്കും NDA-ക്കും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങളിൽ കടക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തരം നീചശക്തികളെ ഇനിയും കേരള ജനത സഹിക്കേണ്ടതുണ്ടോ, സഹായിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തകർന്ന് തരിപ്പണമായ കേരളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ചാ വിഷയമാക്കണമെന്ന് NDA ആഗ്രഹിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ സാധാരണ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 12 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൈയയച്ച സഹായമാണ് കേരളത്തിന് നൽകുന്നത്. ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ശരിയായ നിലപാടെടുത്ത് കേന്ദ്രം കേരളത്തെ സഹായിക്കുകയാണ്. പാർപ്പിടം, കുടിവെള്ളം, കറണ്ട്, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്ന്, ചികിത്സ, വിദ്യാഭ്യാസം, അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളിലാണോ കഷ്ടപ്പെടുന്നത് അവിടെയെല്ലാം മോദി സർക്കാരിൻ്റെ കയ്യൊപ്പുണ്ട്.
പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഭരിക്കുന്ന LDF ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളിൽ മിക്കതും കൈകാര്യം ചെയ്യുന്ന LDF UDF ഭരണസമിതികളും അതിൻ്റെ എല്ലാം ശരിയായ പ്രയോജനം സാധാരണക്കാരന് ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ ഫലപ്രദമായി നടപ്പാവുന്നു. മോദി സർക്കാർ നേരിട്ട് നൽകുന്നതെല്ലാം കേരളത്തിൽ ഒരു മടിയുമില്ലാതെ, ഒരു അമാന്തമില്ലാതെ, ഒരു അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നു. അത് 4 മാസം കൂടുമ്പോൾ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി ആയാലും, സൗജന്യമായി റേഷൻ വഴി ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യമായാലും, ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യമായാലും, മുദ്രാ വായ്പയുടെ കാര്യമായാലും, പാവപ്പെട്ടവർക്ക് കിട്ടുന്ന സ്വനിധിയായാലും എല്ലാം നേരിട്ട് നൽകുന്നതെല്ലാം യാതൊരു കാലവിളംബമില്ലാതെ സമയാസമയം കേരളത്തിലെ ഗുണഭോക്താക്കൾക്കെല്ലാം ലഭിക്കുന്നു. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ അവതാളത്തിലാണ്. ജൽജീവൻ മിഷൻ അവതാളത്തിലാണ്, PMAY അവതാളത്തിലാണ്, ആയുഷ്മാൻ ആരോഗ്യ യോജന അവതാളത്തിലാണ്, വയോവന്ദൻ യോജന നടപ്പായിട്ടില്ല, അർബൻ PMAYയിൽ ഒപ്പുവെച്ചിട്ടില്ല, PM ശ്രീയിൽ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളിലും പാവപ്പെട്ടവൻ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. 7500 കോടി രൂപ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനാണ് മോദി സർക്കാർ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി മാത്രം കേരളത്തിന് നൽകിയത്. നീതി ആയോഗിൽ സംസ്ഥാനങ്ങളെല്ലാം പറഞ്ഞു, ഈ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റിൽ ഞങ്ങൾക്കും കൂടി ഷെയർ വേണം, ഒരുമിച്ച് നടപ്പാക്കണം. ശരി, സമ്മതിച്ചു. ഒറ്റ പൈസ കേരള ഗവൺമെൻറ്റിന് മാറ്റിവെക്കാനില്ല. അതുകൊണ്ട് നമ്മൾ കൊടുത്ത കാശ് മാത്രം ഇവിടെ ചെലവഴിച്ചു. 29.5 ലക്ഷം വീട്ടുകാർക്ക് കുടിവെള്ളം കിട്ടി. ഈ കാലയളവിൽ 60 ലക്ഷം കിട്ടേണ്ടതായിരുന്നു. ഇവരുടെ കയ്യിൽ കാശില്ല. ഗ്രാമീൺ സടക്ക് യോജന 2500 കിലോമീറ്റർ കേരളത്തിൽ റോഡുകൾ, 5000 കിലോമീറ്റർ റോഡുകൾ പണിയേണ്ടതായിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ല. PM വയോവന്ദൻ യോജന 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സമ്പൂർണമായ സൗജന്യ ചികിത്സ, ദാരിദ്ര്യ രേഖയുടെ താഴെയാണോ മുകളിലാണോ നോക്കാതെ. കേരള ഗവൺമെൻറ്റിന് കാശില്ല, പദ്ധതിയിൽ ഒപ്പിട്ടില്ല. നഗരപ്രദേശങ്ങൾ നടപ്പാക്കുന്ന അർബൻ PMAY കേരളത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടേണ്ടതായിരുന്നു. കേരള ഗവൺമെൻറ്റിന് കയ്യിൽ നീക്കിവെക്കാനില്ല. എന്തിനേറെ പറയുന്നു, നാണക്കേട്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും, തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൽ പർച്ചേസിൽ മാത്രം 75% കേന്ദ്രവും 25% കേരളവും. ആ 25% എന്നുള്ള തുച്ഛമായ തുക പോലും നീക്കിവെക്കാനില്ലാത്ത കേരള ഗവൺമെൻറ് ആ പദ്ധതി പലയിടത്തും അവതാളത്തിലാക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് നേരിടുന്നത്. പല സ്കൂളുകളിലും ഉച്ചക്കഞ്ഞിക്ക് കാശില്ല. പ്രധാന അധ്യാപകരായി സ്ഥാനമേൽക്കുന്ന പലരും ഇപ്പോൾ പേടിച്ചോടുകയാണ്, ആ പദവി വേണ്ട. പ്രധാന അധ്യാപകനായാൽ വിറകിന് ഓടണം, പിന്നെ അരിയും സാധനങ്ങളും വാങ്ങണം, ഉച്ചക്കഞ്ഞി കൊടുക്കണം. എല്ലാ അധ്യാപകരുടെ ജോലിയാണ്, അല്ലെങ്കിൽ PTA ജോലിയാണ്. നിങ്ങൾ കേട്ടില്ല ആ ഉസ്മാൻ സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുന്നത്? തൊട്ടപ്പുറത്ത് മാഹിയിൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ഉസ്മാൻ സ്കൂൾ, ഉണ്ണികൃഷ്ണൻ സ്കൂളല്ല, ഉസ്മാൻ സ്കൂൾ. ഉസ്മാൻ വളരെ വലിയൊരു സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്നു മാഹിയിൽ. ആ അധ്യാപകൻ പറയുകയാണ്, PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിട്ടു. പണ്ട് സ്കൂളിൽ കമ്പ്യൂട്ടറുകൾ കൊണ്ടുവയ്ക്കാൻ റൂം ഉണ്ടായിരുന്നില്ല, സ്മാർട്ട് ക്ലാസ്സിന് കളിസ്ഥലം ഉണ്ടായിരുന്നില്ല, ഒരു ബാസ്കറ്റ് ബോളിൻ്റെ നെറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു റിക്രിയേഷൻ, ഒരു മുറി ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ചിത്രം എഴുതാൻ ഒരു പെൻസിൽ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഒരു പേപ്പർ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉച്ചക്കഞ്ഞിയാണെങ്കിൽ ഗതികേടിലായിരുന്നു. PM ശ്രീയിൽ ഒപ്പിട്ട പ്രധാന അധ്യാപകൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരനാണ് അധ്യാപകൻ, ഞങ്ങൾ നല്ല ക്ലാസ് മുറികൾ കെട്ടി അവിടെയെല്ലാം കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചു.
ഒന്നാന്തര സ്മാർട്ട് ക്ലാസുകൾ ഉണ്ടാക്കി, ഗ്രൗണ്ട് മുഴുവൻ നന്നാക്കി. ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും എല്ലാ സ്പോർട്സിൻ്റെ ഗെയിംസിൻ്റെ കിറ്റുകളെല്ലാം വാങ്ങി. നല്ല ഗ്രൗണ്ടായി. ഒന്നാന്തരം ഉച്ചക്കഞ്ഞിയും ഉച്ചഭക്ഷണം കൊടുക്കുന്നു, ആയക്ക് ശമ്പളം കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളുമായി. 55 ലക്ഷം രൂപ ഇപ്പോഴും അക്കൗണ്ടിൽ ബാക്കിയാണ്. അക്കാഡമിക് ഇയർ അവസാനിക്കാനിരിക്കുമ്പോഴും PM ശ്രീയിൽ ഒപ്പിട്ടതോടുകൂടി ഒരു കൊല്ലം ഞങ്ങൾക്ക് ഈ വക ആവശ്യങ്ങൾക്ക് 1 കോടി രൂപയാണ് കിട്ടുന്നത്. മോദി സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതി. പ്രീ പ്രൈമറി കുട്ടികളെ കൂടി, നമ്മൾ അംഗൻവാടി പോകുന്ന കുട്ടികളെ കൂടി ചേർത്തുകൊണ്ട് മഹത്തായൊരു വിദ്യാഭ്യാസ സങ്കല്പം. നല്ല ഭക്ഷണം, ആരോഗ്യം, മാനസിക നിലവാരം, നല്ല പഠിക്കാൻ ഉന്മേഷം, വിനോദം, കളി, എല്ലാത്തിനും സൗകര്യം. കേരളം അത് നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സമ്പൂർണ്ണ പരാജയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ. കൈ അയച്ച് സഹായിക്കുന്നു മോദി. അനുഭവിക്കാൻ യോഗമില്ല കേരളത്തിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ വോട്ടും നാം നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു ചെയ്യണം. ഈ നാട്ടിലെ ജനങ്ങൾ, എനിക്ക് ഈ കസേരയിലിരിക്കുന്നവരോടല്ല, ഇതിനപ്പുറത്ത് നിൽക്കുന്നവരോടാണ് പറയാനുള്ളത്. ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും നമ്മുടെ കുട്ടികളുടെ, അടുത്ത തലമുറയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ, കുടിവെള്ളത്തിൻ്റെ, പൊതുജനാരോഗ്യത്തിൻ്റെ എല്ലാം ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മോദി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും കാര്യമില്ല. സംസ്ഥാനത്തും തദ്ദേശ സ്ഥാപനങ്ങളിലും അതിന് പറ്റിയ ജനപ്രതിനിധികൾ ഉണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വികസനം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജയേന്ദ്രൻ മാസ്റ്ററുടെ ഉജ്ജ്വലമായിട്ടുള്ള വാഗ്ധോരണി നിങ്ങളെ കാത്തിരിക്കുകയാണ്. കേരളം ഒരു വലിയ മാറ്റത്തിന് ദാഹിക്കുകയാണ്. അതിനുള്ള ഒന്നാന്തരം ചവിട്ടുപടിയാണ്, ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പാഴാക്കരുത് നമ്മുടെ സമ്മതിദാനാവകാശം. മാറ്റത്തിന് വേണ്ടി, നിങ്ങൾ വികസനത്തിന് വേണ്ടി, അവനവന് വേണ്ടി, ഓരോ കുടുംബത്തിനും വേണ്ടി ഇത്തവണ നിങ്ങൾ NDA സഹായിക്കണമെന്നുകൂടി വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ NDA സ്ഥാനാർത്ഥികളെയും ഉജ്ജ്വലമായ വിജയം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കും. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റേ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.